വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിലേക്കാണ് സംസ്ഥാനം പോകുന്നത്. ഒരു തിരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ പോരാ, രണ്ട് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന വലിയ പദവിയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അത്ര മോശമല്ലാത്ത പദവിയാണ്. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ ഒത്തിരി പഞ്ചായത്ത് മെമ്പർ മുതൽ ജില്ലാ പഞ്ചായത്ത് അംഗം വരെയുള്ള വലിയ ഒരു തിരഞ്ഞെടുപ്പാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വരുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പുകളിൽ ഓരോ പാർട്ടിയിലെയും യുവനിര ആരൊക്കെയാണെന്ന് ഒന്ന് നോക്കുകയും അവരെ പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളൊരു പരമ്പരയാണ് നമ്മൾ രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ തുടക്കത്തിലെടുക്കുന്നത്. ബാക്കി രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഇനി തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. രാഷ്ട്രീയ സമവാക്യങ്ങളും മുന്നണി ബന്ധങ്ങളും മുന്നണി സമവാക്യങ്ങളും ഒക്കെ നമുക്ക് അങ്ങോട്ട് ചെയ്യാം, അത് തുടക്കം. പക്ഷെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആരവം വരുന്നത് കൊണ്ട്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഡിസംബർ ആദ്യം നടക്കുമെന്നും നവംബർ അവസാനം അതിൻ്റെ പിന്നെ ഇത് വരുമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഒരു രാഷ്ട്രീയമായ ചില വീഡിയോസ് കൂടി തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം ഞങ്ങളുടെ മനസ്സിൽ വരുന്നത്, സാധാരണ ഈ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, അതുപോലെ BJP ഇവരുടെ നേതൃത്വ നിലയിലുള്ളവരെ പലപ്പോഴും പരിചയപ്പെടുത്താറുണ്ട്. പക്ഷേ ലീഗിൻ്റെ നേതൃത്വ നിലയിലുള്ളവരെ പൊതുസമൂഹത്തിന് അറിയുന്നത് വളരെ അപൂർവമാണ്. അത് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനൊക്കെ ശേഷമാണ് അവരുടെ മുഖം പലപ്പോഴും പുറത്തു വരുന്നത്. എന്നാൽ ആരാണ് ലീഗിൻ്റെ അടുത്ത തലമുറ, നെക്സ്റ്റ് ജനറേഷൻ നേതാക്കൾ, അവർ ചെറുപ്പക്കാരായി നിൽക്കുന്നത് ആരൊക്കെയാണ് എന്നൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. PK ഫിറോസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം താനൂരിൽ മത്സരിച്ചു, അബ്ദുറഹ്മാനോട് തോറ്റ്, LDFനോട് തോറ്റു. PK ഫിറോസ് യൂത്ത് ലീഗിൻ്റെ വലിയ നേതാവാണ്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം അദ്ദേഹം ചാനൽ ചർച്ചയിലൊക്കെ ധാരാളമായി വരുന്ന ഒരു നേതാവാണ് PK ഫിറോസ്. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെയുമുണ്ട് വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ. TP അഷറഫ് അലി എന്ന് പറയുന്ന വളരെ പ്രമുഖനായിട്ടുള്ള നേതാവുണ്ട്. യൂത്ത് ലീഗിൻ്റെ നാഷണൽ സെക്രട്ടറിയാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു നേരത്തെ കരുവാക്കുണ്ടിൽ നിന്ന്, മലപ്പുറത്ത് തന്നെ. അദ്ദേഹം വളരെ പ്രമുഖനായിട്ടുള്ള നല്ല സാത്വികനായിട്ടുള്ള ഒരു നേതാവാണ്, യുവ നേതാവാണ് TP അഷറഫ് അലി എന്ന് പറയുന്ന പേര്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പേരാണ് സൗമ്യനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യ കുടുംബത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നൗഷാദ് മണ്ണിശ്ശേരി. നൗഷാദ് മണ്ണിശ്ശേരിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം MSFൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ വളരെ പ്രമുഖനായ നേതാവാണ്. മലപ്പുറം ജില്ലയിൽ വളർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. കാരണം അദ്ദേഹം അവിടുത്തെ നല്ല പ്രാസംഗികനാണ്. അതുപോലെ തന്നെ യുവാക്കളുടെ ഇടയിൽ, മുസ്ലിം യുവാക്കളുടെ ഇടയിൽ, യൂത്ത് ലീഗിൻ്റെ ഇടയിൽ, MSFൻ്റെ ഇടയിൽ വലിയ പേരുള്ള ഒരു വളർന്നു വരുന്ന ഭാവി വാഗ്ദാനമായി വരുന്ന നൗഷാദ് മണ്ണിശ്ശേരി. പേര് കേട്ട തന്നെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേരുണ്ട്, നൗഷാദ് മണ്ണിശ്ശേരി. അപ്പോൾ എന്തായാലും നൗഷാദ് മണ്ണിശ്ശേരി ഈ വളർന്നു വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം അവിടെ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ PM സാദിഖ് അലി മറ്റൊരു പ്രധാനപ്പെട്ട നേതാവാണ്. PM സാദിഖ് അലിയും യൂത്ത് ലീഗിൻ്റെ ജില്ലാ നേതാവാണ്. അദ്ദേഹം വളരെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞതുപോലെ മലപ്പുറം ജില്ലയിലും മറ്റ് ജില്ലകളിലുമൊക്കെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സർവകലാശാലയിലുമൊക്കെ വളരെ വലിയ തോതിലുള്ള സംഭാവനകൾ MSFനെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിനെയും ഒക്കെ വളർത്തിയെടുക്കുന്നതിൽ, കോളേജുകളിൽ MSFനെ വളർത്തുന്നതിൽ, യൂത്ത് ലീഗിനെ വളർത്തുന്നതിൽ വലിയ സംഭാവന ചെയ്യുന്ന വ്യക്തിത്വമാണ് PM സാദിഖ് അലി. അതുപോലെ തന്നെ വനിതകളും ഒട്ടും മോശമല്ല. വനിതാ ലീഗിൻ്റെ വലിയ നേതാവായിട്ടുള്ള ബ്രസീലിയ ഷംസുദ്ദീൻ വളരെ പ്രധാനപ്പെട്ട ഒരു വനിതാ നേതാവാണ്. അവർ വനിതാ ലീഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. അതുപോലെ MSFൻ്റെ ഭാഗമായിട്ടുള്ള ഹരിത എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ആ സംവിധാനത്തിൽ നിന്ന് വളർന്നു വന്ന നേതാവായിട്ടുള്ള, അതിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ആ തർക്കങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് വളരെ കൃത്യമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വനിതാ നേതാവാണ് ഫാത്തിമ തഹലിയ എന്ന് പറയുന്ന യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി. അപ്പോൾ മറ്റ് പാർട്ടികൾ പോലെ തന്നെ ഇതിനകത്തും നിരവധി നേതാക്കളാണ്. നമ്മളിന്ന് PK ഫിറോസിനെ ഞാൻ പറഞ്ഞു, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. PK ഫിറോസ്, അതുപോലെ തന്നെ TP അഷറഫ് അലി, റഷീദ് മണ്ണിശ്ശേരി, അതുപോലെ തന്നെ PM സാദിഖ്, പിന്നെ ബ്രസീലിയ ഷംസുദ്ദീൻ, ഫാത്തിമ തഹലിയ, 6 പേരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ 6 പേരും പല രൂപത്തിൽ വളരെ വലിയ നേതാക്കളായി വളർന്നു വന്നിരിക്കുന്നു. അവർ പാർലമെൻ്ററി രംഗത്തേക്ക് വരുമോ? അതിനകത്ത് PK ഫിറോസ് വന്ന ആളാണ്. അതുപോലെ തന്നെ പിന്നെ ഈ ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കയറി വരുമോ? പലരും മത്സരിച്ചവരാണ്, ഇനി മത്സരിക്കാനുള്ളവരുണ്ട്. അങ്ങനെ ഫിറോസ് ഉൾപ്പെടെ മത്സരിച്ചവരുണ്ട്, ഇനി മത്സരിക്കാൻ നിൽക്കുന്നവരുണ്ട്. എന്തായാലും ലീഗിന് ഒരു വനിതാ സ്ഥാനാർത്ഥിയാകുമോ? അതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ബ്രസീലിയ ഷംസുദ്ദീനെയും അല്ലെങ്കിൽ ഫാത്തിമ തഹലിയെയും പോലെയുള്ള MLAമാർ നമുക്കുണ്ടാകുമോ? അതും ചോദ്യമാണ്. കാലാകാലങ്ങളായി ലീഗിൽ നിന്ന് വനിതാ നേതാക്കൾ ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും
അത് വനിതാ ലീഗ് എന്നൊക്കെ പറഞ്ഞവരെ മാറ്റി നിർത്തിയിരുന്നെങ്കിലും ഇപ്പോൾ അവർ മറ്റൊരു തലത്തിലേക്ക് വളർന്ന് അവർ വന്നിട്ടുണ്ട്. വനിതാ ലീഗ് എന്നതിനപ്പുറം മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വ നിരയിലേക്ക് വനിതകളും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതൊരു വലിയ സൂചനയാണ്. തീർച്ചയായും ഞാൻ യുവനിരയാണ് പരിചയപ്പെടുത്തുന്നത്. അല്ലാതെ 2 വനിതയുണ്ട്. നാഷണൽ കമ്മിറ്റിയിൽ ഒരു പട്ടികജാതിപ്പെട്ടൊരു വനിതയും അല്ലാതൊരു വനിതയുമുണ്ട്. പക്ഷെ അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇവിടെ 6 പേരെ നമ്മൾ പരിചയപ്പെടുത്തുന്നു. ലീഗിൻ്റെ നമ്മൾ പരിചയപ്പെടുത്താൻ ആരുമല്ല, കാരണം അവർ വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. ജില്ലയിലും സംസ്ഥാനത്തും ഒക്കെ. സംസ്ഥാനത്ത് അങ്ങനെ വലിയ അറിയപ്പെടുന്നവരല്ലെങ്കിലും ജില്ലയിൽ അറിയപ്പെടുന്നവരാണ്. ആ ജില്ലകളിൽ, ഒരു ജില്ലയല്ല പല ജില്ലകളിൽ അവർ അറിയപ്പെടുന്നവരാണ്. യൂത്ത് ലീഗിനിടയിലും MSFൻ്റെ ഇടയിലും വലിയ തോതിൽ അവർക്ക് അംഗീകാരവും സ്വീകാര്യതയും അറിയപ്പെടുന്ന നേതാക്കളാണ്. പ്രാസംഗികരാണ്, വലിയ ജനസംഘാടകരാണ്. പക്ഷേ അവരെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. യൂത്ത് ലീഗിൻ്റെ പുതിയ 6 പേർ ഇപ്പോൾ സജ്ജമാകുന്നുണ്ട്. അതിൽ ആർക്കൊക്കെ മിക്കവാറും ഫിറോസിനും TP അഷ്റഫിനൊക്കെ, അഷ്റഫ് അലിക്കൊക്കെ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. നൗഷാദ് മണ്ണിശ്ശേരിക്ക് കിട്ടുമോ എന്നറിയില്ല. അദ്ദേഹം എന്നാൽ പോലും വളരെ വലിയ നേതാവാണ്. അങ്ങനെ 6 നേതാക്കളെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നു യൂത്ത് ലീഗിൻ്റെ. ഇനി വരുന്ന ദിവസങ്ങളിൽ യൂത്ത് ലീഗിൻ്റെ ആകട്ടെ, MSFൻ്റെ ആകട്ടെ, മറ്റ് പാർട്ടികളിലെ യൂത്ത് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അങ്ങനെ പിന്നെ BJP തുടങ്ങിയ എല്ലാ പാർട്ടികളിലെയും യുവ നേതാക്കളെ പരിചയപ്പെടുത്തുന്ന പരമ്പരയാണ് ആരംഭിച്ചിരിക്കുന്നത്. ആ പരമ്പരയിലെ ആദ്യത്തെ പരിപാടി നമ്മൾ ലീഗുമായി ബന്ധപ്പെടും. കാരണം മറ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പല നേതാക്കളും അറിയപ്പെടുന്നവരാണ്. ഇപ്പോൾ കോൺഗ്രസ് എടുത്താൽ, യൂത്ത് കോൺഗ്രസ് എടുത്താൽ, മറ്റ് പല നേതാക്കളെ ഒരുപാട് പേർക്ക് അറിയാം. കാരണം അവർ ചാനൽ ചർച്ചകളിലും മറ്റൊക്കെ ഒരുപാട് ധാരാളമായി വരുന്നത് കൊണ്ട് അറിയാൻ പറ്റും. ഇവർ കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ ലീഗിനെ ആദ്യം നമ്മൾ എടുത്തത്. എന്തായാലും വളരെ ഗൗരവതരമായ രീതിയിലാണ് നമ്മൾ ഈ വിഷയങ്ങളെ കാണുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായി മത്സരിക്കുന്ന അല്ലെങ്കിൽ മത്സരിക്കാൻ സാധ്യതയുള്ള ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള നെക്സ്റ്റ് ജനറേഷൻ നേതാക്കളെ പരിചയപ്പെടുത്തുക എന്നൊരു പരമ്പരയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ എപ്പിസോഡായിട്ടാണ് ലീഗിനെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂത്ത് ലീഗിൻ്റെ വളരെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ, ഇനിയും പ്രമുഖരുണ്ട്, അത് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ ചെയ്യും. എന്തായാലും നമുക്ക് വിവരങ്ങൾ ലഭിക്കണമല്ലോ. ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും മറ്റ് പാർട്ടികളിൽ പോലെ തന്നെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ ധാരാളമായി വളർത്തിക്കൊണ്ടുവരുന്നതിൽ പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അല്ലെങ്കിൽ മുസ്ലിം ലീഗും വലിയ സാധ്യത കാണിക്കുന്നു. അങ്ങനെ വളർന്നു വന്നവർ തന്നെയാണ് KM ഷാജിയും മുനീറും ഒക്കെ. അങ്ങനെ ഒത്തിരി ആളുകൾ, പിന്നെ നമ്മുടെ മുൻ മന്ത്രിയായിരുന്ന മുനീർ സാഹിബും അതുപോലുള്ള ആളുകൾ വളർന്നു വരുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പരിസ്ഥിതിക്ക് വലിയധികം പ്രാധാന്യം പലപ്പോഴും ലീഗ് കൊടുക്കുന്ന കാണാം. അവർ ഹരിത പരിപാടികളുണ്ടായിരുന്നു. അവർക്ക് പച്ച എന്നൊരു മാഗസിൻ തന്നെയുണ്ട്. അപ്പോൾ തീർച്ചയായും ലീഗ് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. കുട്ടി അഹമ്മദ് കുട്ടി, ഈ മുൻ മന്ത്രി, പഞ്ചായത്ത് മന്ത്രിയും ആയിരുന്ന കുട്ടി അഹമ്മദ് കുട്ടി എന്ന സാത്വികനായ നേതാവായിരുന്നു. പരിസ്ഥിതി കാര്യങ്ങളിൽ വലിയ മുന്നേറ്റം നടത്തിയ നേതാവ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ പുതിയ 1-2 നേതാക്കൾ പരിസ്ഥിതി രംഗത്തും ഉയർന്നു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും യൂത്ത് ലീഗ് തെരഞ്ഞെടുപ്പിന് സജ്ജമായി കഴിഞ്ഞു.